എന്താച്ചാ വേഗം പറ. വേഗം പറഞ്ഞ കേട്ടിട്ട് നീ എവിടെ പോണ്? കുഴിപ്പള്ളത്തോണാ? കുഴിപ്പള്ളക്കാരി അച്ഛാ, അമ്മേനെ പടവലങ്കാരി എന്ന് വിളിച്ച് ആ പേര് അവിടെ ഉറപ്പിച്ച്. ഇനി എന്റെ തലയിൽ കുഴിപ്പള്ളം കെട്ടി വെക്കരുത് കേട്ടോ, ശൂലം കൂടിക്കാരാ. നീ തറവാട്ട് പേര് വിളിക്കണ നീ എന്നെ? എത്ര ധൈര്യം എനിക്ക്? എടി എത്ര ജമ്മ കൊടുത്ത തറവാടെന്ന് അറിയാം എന്റെ തറവാട്. ആ കുടുംബത്തെ കണ്ണി തന്നെയല്ല ഞാനും. എന്റെ അടുത്ത് കളിച്ച് ഞാനും തിരിച്ചു കളിക്കും. തന്നെ എങ്കിലേ ആ കണ്ണ് ഞാൻ അങ്ങ് അറുത്ത് മാറ്റും കേട്ടാ. എടി അഹങ്കാരോ തർക്കത്തിരോ അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന ലച്ചു ലച്ചു എടി കള്ളി കുഴിപ്പള്ളംകാരി. പിന്നെ എന്തോന്നാ പറഞ്ഞാൽ കേൾക്കൂല, അഹങ്കാരം നാക്കും. അത് നീ കാരണം ഉണ്ടായതാ. സ്വാതന്ത്ര്യം കൊടുത്താലേ തലേ കയറി ഞെരം കൊല്ലടി. പറഞ്ഞാലും കേൾക്കൂല, പറയാനുള്ള പറയേയില്ല. മനുഷ്യനായിട്ട് മെനക്കെടുത്താൽ എന്തിനാ ചേച്ചി ഇങ്ങനെ ചുമ്മാ ദേഷ്യപ്പെടുന്നത്? ആരാ ദേഷ്യപ്പെട്ടത്? ഞാൻ ദേഷ്യപ്പെട്ടാ? മാമ നിൽക്കണേട്ടാ, അല്ലെ ഞാൻ വെറുതെ അട്ടഹസിക്കണോ? മാമ നിൽക്കുന്ന മറുപടി ഞാൻ പറയില്ല. മാമ നിൽക്കുന്ന മറുപടി പറയണില്ല. ഓ ഞാൻ നിൽക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. എന്തോന്ന് മാമ? മിണ്ടാതിരിടാ. മാമ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. കാരണം ഞാൻ ഇത്ര പോലെ മാമനെ മാമാന്ന് വിളിച്ചേ. ഓ ഇത് ഞാൻ കേട്ട് കേട്ട് മടുത്തു. ഇനിയും വിളിക്കും, ഇനിയും പറയും. എനിക്കൊരു കാര്യം പറയാനുണ്ട്, സീരിയസ് ആയിട്ട്. മാമൻ എന്താ പറയാനുണ്ടോന്ന്? അവിടെ എനിക്ക് നിന്നോട് കൂടെ പറയാനുള്ളത്. ഇവനെ മാമൻ പറയണം. മോളെ, ഈയിടെയായിട്ട് നിന്റെ അമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണമാണ്. അവളിങ്ങനെ ഓരോ കാര്യം പറയുന്ന കൂട്ടത്തിൽ പടവലത്തെ വസ്തുവിന്റെ കാര്യവും പറയാറുണ്ട്. മാമ ഇരുന്ന് സംസാരിക്കണം. ഞാൻ നിന്നോട് പറഞ്ഞോളാം. പിന്നെ നിന്ന് പറഞ്ഞാൽ മതി. ബാലു അച്ഛ പറയാ, വസ്തു വീതം വെച്ചാൽ എല്ലാവരുടെയും കാര്യം പെട്ടെന്ന് നടക്കും. വീട് നിൽക്കുന്നതിൻ്റെ പുറകിലുള്ള ആ വസ്തു, അപ്പുറത്ത് കിടക്കുന്ന ആ ചാലിൽ വരെയുള്ള 80 സെൻറ്റും പിന്നെ ആ ചതുപ്പ് നിലവും കൂടെ നമുക്ക് ശ്രീരാജിന് കൊടുക്കും. ആ റബ്ബർ നിൽക്കുന്ന വസ്തു, അതും അതിനോട് ചേർന്ന് കിടക്കുന്ന ആ കാവിൻ്റെ അടുത്തുള്ള ആ വസ്തു, പിന്നെ പൈനാപ്പിൾ കൃഷി ചെയ്ത സ്ഥലവും കൂടെ നമുക്ക് ഇളയവനും കൊടുക്കും. നീലു കേക്കണ്ടാ? ബാല കേൾക്കണം, മാം പറയണം. വീടിരിക്കുന്ന സ്ഥലവും ബാക്കി 2.25 ഏക്കറും കൂടെ നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് എഴുതാം. ഞങ്ങളുടെ കാലശേഷമെങ്കിൽ അങ്ങനെ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. മാമനെ ഞാൻ അച്ഛാന്ന് വിളിച്ചില്ലതേ ഉള്ളൂ. പക്ഷെ ഈ പരിപാടി ഇവിടെ നടക്കൂല. മാമന്റെ സ്വത്ത് വകകൾ ഇഷ്ടം പോലെ ആമക്ക് കൊടുക്കണം. വീടും പറയുമ്പോൾ തൽക്കാലം നമ്മളെ വില എഴുതി വെക്കണ്ട. അത് മാമന്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ. മാമന്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ അല്ലേ? പിന്നെ കാലം കുറെ കഴിഞ്ഞ് മാമന്റെ ആമക്കൊക്കെ ഈ വസ്തുവായിട്ട് യാതൊരു ബന്ധവും തർക്കവും ഇല്ലെങ്കിൽ മാത്രം ഞങ്ങളുടെ പേരിൽ, എൻ്റെ പേര് വേണ്ട, നീലുവിൻ്റെ പേര് എഴുതി വെച്ചാൽ ആ തറവാട് വീട് എപ്പോഴും മാമീൻ്റെയും പേരിൽ തന്നെ ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നീ ഇത് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെ ആണോ? തീരുമാനം ആലോചിച്ചിട്ടല്ല, ചങ്കി തട്ടിയ തീരുമാനമാണ്. ചങ്കി തട്ടിയ തീരുമാനമാണ്. സമ്മതിച്ചാ നല്ല തീരുമാനം അച്ഛാ. അതന്നെ നല്ലത്. നല്ല അത് എനിക്ക് വല്ലാതെ ഇമോഷണൽ ആയി. അതാണ് ഞാൻ മാമൻ എനിക്ക് വല്ലാതെ കിട്ടും. ഞാനൊരു കാര്യം പറയാം കേട്ടോ. എൻ്റെ മനസ്സ് ഇളമനസ്സാണെന്ന് കരുതി ആ തറവാടും പറമ്പും കൂടെ ആമക്കളെ പേരിലാണ് എഴുതി വയ്ക്കാനുള്ള ശ്രമമാണെങ്കിൽ കുട്ടമ്പിളരെ മോളെ തീർച്ചയായിട്ടും ഡിവോഴ്സ് ചെയ്യാൻ. നിനക്ക് പ്രാന്താണാ? പേടിച്ചു പോയാ ചുമ്മേടി. ഇനി ബാല് വേറെ ലെവലാണടി, വേറെ ലെവല്. അവസാന കാലത്ത് വല്ല കിടത്തിനാലാണ് കിടന്നുറങ്ങാനുള്ള വിധി ഉണ്ടാണ് ഭഗവാനേ. തോന്നുവച്ചാ